അണ്ണനെ കാണാൻ ഒരാൾ വന്നേ അണ്ണ. ആരാ? ആരായിരിക്കും? വെറുതെ പോയി സിറ്റുവേഷൻ ഒന്നും എടുക്കല്ലേ. ആരായിരിക്കും അണ്ണ? ആരാ? ഹലോ ആരായിരിക്കും? ഹലോ സരക്കേ കേട്ട സുഖാണോ? സുഖല്ലേ? ഈ തെണ്ടി എന്നെ ഇവിടെ പിടിച്ചിരുത്തി ഇവിടെ ഒരു വർഷമായിട്ട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു നിർത്തിയിട്ട് അവസാനം ഇപ്പോഴാണ് ഇതാണെന്ന് പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഈ തെണ്ടി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നത്. ഹലോ ഇതാരാ? ഹലോ തിരുവടികൾ നീ എന്തിനാ വീണ്ടും മുട്ടയൊക്കെ അടിച്ചു വന്നിരിക്കണേ? നീ റെക്കോർഡായില്ലായിരുന്നോ? ഇല്ല, സന്യാസത്തിലാണ്. സരക്ക് ഇവനെ മറ്റേ 24 മണിക്കൂറും കൊഞ്ചിച്ചുകൊണ്ട് നടന്ന ഒരുത്തി വേറൊരുത്തന്റെ TG-യിൽ ഒരുത്തന്റെ കൂടെ പോയി. ഇതൊക്കെ ചോദിച്ചില്ലല്ലോ. ഇതിന് വലിയ കോമഡി ഉണ്ടാണെങ്കിൽ മെന്നിയുടെ പെണ്ണിനെ കവാരം കൊണ്ടുപോയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ട്രാജഡി ആയിരുന്നത്. പോയി അവസ്ഥ നിന്റെ അടുത്ത് എന്ത് റീസണാണ് പറഞ്ഞത്? തിരുവടികൾ അതിനുശേഷം ഇവന്മാർ ഇവിടെ ഇപ്പൊ സ്വാമി എന്നൊക്കെ പറഞ്ഞ് ദൈവനെ മറ്റേ ധ്യാനത്തിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കണം. അവസാനം കാണുന്ന സമയത്തെ നീ മറ്റേ സ്വന്തത്തിൽ മറ്റേ പെണ്ണുണ്ടെന്നൊക്കെ ആലോചിച്ച് സംസാരിച്ച് നടക്കുന്ന ഒരു കാലോട് എനിക്ക് ഓർമ്മ. ഒരാഴ്ച ഗ്യാപ്പ് എടുത്തപ്പോ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച് നടക്കണായിരുന്നു ഇങ്ങനെ. എന്നിട്ട് തിരിച്ചു വന്നപ്പോ അവളുടെ ഓർമ്മ പോയി, അവള് വേറൊരുത്തിന്റെ കൂടെ പോയി, ഇവന്റെ ഓർമ്മ തിരിച്ചു വന്ന്. ഞാൻ കത്തിയോടാ വീണ്ടും. എല്ലാരും കത്തി. നിങ്ങൾക്കൊക്കെ മാർക്ക് ഉപദ്രവിക്കാനായിട്ടാണടാ ഇത്, ഉപദ്രവിക്കാനായിട്ട് ചെയ്യണടാ പൊലയാടികൾ അറിഞ്ഞുകൊണ്ട്. എന്തിര് പറയാനല്ലേ, എന്തിര് ഇതൊക്കെ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം അടിക്കണം. ഇതാ ഡീഡോസ് ആണ്, അറിയാവോ? നമ്മളെ ഉപദ്രവിക്കാൻ, TV ഉപദ്രവിക്കാൻ വേണ്ടി. ഇത് സെർവറിനെ അല്ല, ഇത് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമുള്ള ഡീഡോസ് ആണ്. എൻ്റെ ഒക്കെ തൻ്റെ ഡീഡോസ്. ഫാമിലി സോറി ഗൈസ്, ഞാൻ കുറച്ച് ഇതായി പോയി, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്. കൈ തട്ടി പ്ലേ ആയത് സിറ്റി കത്തിയില്ലേ? നിങ്ങൾ കത്തിയത് കാരണം എനിക്ക് അണ്ണൻ 7 ക്യൂയെ നിക്കുമ്പോ ഞാൻ 107 ക്യൂയിലായിരുന്നു അണ്ണ. അത് ശരി. അപ്പൊ ഇനിയും ക്യൂവില് നിന്നോ? അല്ല, ഞാൻ കേറി. നിങ്ങളെല്ലാം കത്തിയപ്പോ ഞാൻ കേറി. കത്തി പോയല്ലോ. സിറ്റി കയറിയായിരുന്നല്ലേ? തലവട്ടം പോയില്ലേ? അണ്ണന്റെ ഇതിന് അടിച്ചോണ്ട പോയാണ്. ഈകളായിട്ടാ സിറ്റി കയറിയായിരുന്നാ? കത്തിയത്. ഓ പറടാ, എങ്ങനെ എന്താടാ ടൂർ പോണ്ടേ? ഞാൻ അടിക്കോ? തുപ്പിത്തരും ഞാൻ കേട്ടാ. എന്തായി? പുള്ളിക്ക് ബോധം വന്നപ്പോ പുള്ളി ഏത് ഈകള് ഗൂഗിളൊന്ന് മിഥുനണ്ണന്റെ ഡയലോഗ് പറഞ്ഞു. അണ്ണ ഗ്രൂപ്പില് ഞാനൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. കണ്ണ കേട്ടാ ഫോട്ടോ ആണ് അണ്ണ, അത് ഇത്തിരി ഡാർക്കാണ്. അപ്ലൈ ചെയ്ത് അത് വേസ്റ്റ്. അത് നോക്കിയാ ഗ്രൂപ്പ് ഇത്തിരി ഡാർക്കാണ് ഇങ്ങനെ. ഡാർക്കാണ് നിക്കണേ. എന്റെ അമ്മോ, ഹലോ, എന്തൊക്കെയാണ് ആൾക്കാര് പറയണേ?
ഇവനൊക്കെ മോനെയൊക്കെ പിടിച്ച് എന്തേലും കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഇവനൊക്കെ നാളെ വീണ്ടും ഇതൊക്കെ നമ്മുടെ അടുത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവനൊക്കെ ഇത് പറയും. സത്യം. ഒരു അംശമില്ല. അങ്ങനെ സ്കൂളിൽ പോവാത്ത കൊച്ചു. കാണിക്കുന്നോ? ഇല്ല ഞാൻ കാണിക്കുന്നില്ല. എന്റെ ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീമാ. ടിവിയിലൊക്കെ കാണുന്നതാണ്. അതെ മനസ്സിലായി. T47 തന്നെയോ? എങ്ങനെയാണ് ആൾക്കാർ ഗസ് ചെയ്യണേ? അല്ല അത് എല്ലാരും കണ്ടോണ്ടേ, എല്ലാരും കണ്ട് എല്ലാരും മെൻഷൻ ചെയ്തു. അതാണ് ചേട്ടൻ ചെയ്ത തെറ്റ്. പിന്നെ എടുത്തു വെച്ച് സ്കൂളൊന്നും കൂടെ പറഞ്ഞില്ലേ, അപ്പൊ കൺഫേം. അല്ല സ്കൂളെന്ന് പറഞ്ഞാൽ ചേട്ടൻ ചെയ്ത തെറ്റ്. മുച്ചിരി എവിടെ? മുച്ചിരിയുടെ സുന്നത്ത് ഇന്ന് അതിന്റെ തിരക്കില്ല. അണ്ണാ മുച്ചിരി ഒറ്റയ്ക്കിരിക്കുന്ന മോളില്. നീ കത്തിപ്പോ ചോക്കറിനോട് ഇരിക്കുകയാണ് ഇപ്പോഴും. ഞാനേ ഞാൻ ബാറ്റും പിടിച്ചോണ്ട് അവന്റെ അടുത്തോട്ട് തുടങ്ങിപ്പോയോണ്ടാ മിണ്ടറിൽ എന്നെ എടുത്തു. എടാ സ്കൈഡാക്സ് മോഡറേറ്റേഴ്സിനുള്ള റോൾ എടുത്തോ? അണ്ണാ അവർക്ക് കൊടുത്തിട്ട് ഇവന്റെ അടുത്ത് കാണണം. ഇവനെ ഞാൻ ഒന്ന് ഡിസ്കണക്ട് അടിച്ചു വിട്ടോടാ. ഒരു മിനിറ്റ്. ഭയങ്കര ശല്യമായിരുന്നു ഇവനെ നിക്കോളെ കൊടുത്തോ? ഇല്ലടാ കൊടുത്തില്ലടാ. ബാക്കി മോഡറേറ്റേഴ്സ് ഉള്ളവർക്കും ഒരാളെ ചോദിച്ചില്ല എന്നോട്. പിന്നെ അവര് നീ കൊടുക്കും. അതന്നെ നീ ചോദിച്ചാലേ കൊടുക്കും. പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ അത് പുള്ളിക്ക് മറ്റേ അന്നേരം വെള്ളത്തിന്റെ പുറത്തുണ്ടോ പറഞ്ഞത്. അത് വിട്, അത് കഴിഞ്ഞ്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഇന്നലെ നമ്മൾ പറഞ്ഞതല്ലേ. നമുക്ക് അങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഇപ്പൊ ഒരാൾ എനിക്ക് ഈ വണ്ടി കൊണ്ട് തന്നതുപോലല്ല ഒരു ബസ് എന്നൊക്കെ പറഞ്ഞ. അതന്നെ മനസ്സിലായ? ചില്ലാവ്. ചന്ദ്രനൊന്നും ഇല്ല സിറ്റിയില്. ചന്ദ്രൻ ഇറങ്ങിയാണ് ജിമ്മി പോണെന്ന് പോയായിരുന്നു. ജിമ്മി പോണെന്ന് പറഞ്ഞിട്ട് കാലത്തായപ്പോ അത് പോയി. ഇന്ന് തന്നെ ഒരു ഗ്യാങ് അടിച്ച് കൊന്നെണ്ണ ചന്ദ്രൻ സോൾവ് ആക്കി വിട്ട്. ഏത് ഗ്യാങ്? ഓ എന്താ സിറ്റുവേഷൻ എന്തായിരുന്നു? ഞാൻ പറഞ്ഞുതരാം അണ്ണാ. ഇപ്പൊ നമ്മളിപ്പോ വേറൊരു ഗ്യാങ്ങോട്ട് സിറ്റുവേഷൻ, ഞാനും അണ്ണനും ഒരാളെ ഹോസ്റ്റ് എടുക്കുക. ഇപ്പൊ TG ഹോസ്റ്റ് എടുക്കുക. അപ്പൊ പെട്ടെന്ന് സ്റ്റീവ് വന്നിട്ട് ചോദിക്കുക, നീ എന്താണോ ഹോസ്റ്റ്? അല്ല അപ്പൊ സ്റ്റീവ് എന്ന് വെച്ചോ നീ എന്തിനാണോ ഹോസ്റ്റ് എടുക്കുന്നത്, നീ എന്തിനാ അവനെ ഹോസ്റ്റ് എടുക്കുന്നത് ചോദിക്കുക. വേറെ രണ്ട് ഗ്യാങ് നടക്കുമ്പോ ഇപ്പൊ നമ്മളും TG അടി നടക്കുമ്പോ അല്ല ഞാൻ പറയണ നമ്മള് രണ്ട് ഗ്യാങ് ആയിട്ട് അടി നടക്കുക. ഇപ്പൊ TG ആയിട്ട് അടി നടക്കുക. അപ്പൊ പെട്ടെന്ന് T47 വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്, നീ എന്തിനാണ് അവനെ ഹോസ്റ്റ് എടുക്കുന്നതെന്ന് ഒന്ന് ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ നീ ഏതാണെന്ന് ചോദിക്കത്തില്ല, അല്ലെ നീ പോടാ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നീ ഏതാണെന്ന് ചോദിക്കത്തില്ല. സ്റ്റീവ് അതുപോലെ തന്നെ സെയിം ഇതുപോലെ പ്ലോട്ട് ചെയ്താ. വേറെ രണ്ട് ഗ്യാങ് സിറ്റുവേഷൻ സ്റ്റീവ് എടാ ചെന്നിട്ട് ബാറ്റൊക്കെ ഇട്ട് ചെയ്തിട്ട് എന്തിനാണ് അവരെ ഹോസ്റ്റ് എടുക്കുന്നത്. അപ്പോഴേ തലക്ക് ഉണ്ട്. ഇതെന്തോ വലിയ കുറ്റകൃത്യം പോലെ ആരാണ് എന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് നോക്കിയേ. മിയ ഖലീഫയെ പറ്റി പറയുന്ന സണ്ണി ലിയോൺ. അങ്ങനെയല്ല ഇപ്പൊ അത് പറയണ ഇപ്പൊ അരിഞ്ചോ സൂമ്പനാണെന്ന് ആറാട്ടുണ്ട്. അതാണ് അണ്ണാ ഞാൻ പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ നിക്കണ്. ഞാൻ ബാറ്റും പിടിച്ചോണ്ട് അങ്ങോട്ട് പോയപ്പോ അവര് ഏതോ പാവം പയ്യനെ ഹോസ്റ്റ് അല്ലല്ല കൊറേ പാവം പയ്യനെ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നീ സിറ്റിയിലെ ഡിങ്കനാ നീ. ഇല്ല അണ്ണാ ഞാൻ രക്ഷിക്കാൻ പോയതല്ല. ഞാൻ എന്തൊരു സീൻ അറിയാൻ വേണ്ടിട്ട് എന്തിനാ ബ്രോ ഇതേപോലെ അണ്ണാ അമ്മ സത്യം ഇതേപോലെ ഞാൻ ചോദിച്ചത് എന്തിനാ ബ്രോ ഹോസ്റ്റ് എടുക്കുന്നത്. വെയിറ്റ് ചെയ്യണേ ഞാൻ പറയട്ടെ. എന്തിനാ ബ്രോ ഹോസ്റ്റ് എടുക്കുന്നത് ഇത്രേ ചോദിച്ചോളൂ. അവൻ നേരെ കണ്ടെടുത്ത് നീ ഏതാ കണ്ടിന്യൂ ചോദിച്ചു എന്നെ 3 ടാപ്പ് ഒന്നുമില്ല. ഒരു സംസാരം ഒന്നുമില്ല. ഒരു 3 ടാപ്പ് ഉണ്ടോ? നിന്നെ ഇപ്പൊ ആവേശ് കുമാർ ഇവിടെ എല്ലാരും വിളിക്കുന്ന കേട്ടാ. അത് എല്ലാരും ഇല്ലാണ്, ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. അല്ല അത് കേട്ടോണ്ട് ഇവിടെ ചാറ്റിൽ കുറെ ആവേശ് കുമാർ എന്ന് വിളിക്കണത് നിന്നെ. ഒരാഴ്ച ഞാൻ ബ്രേക്ക് എന്നിട്ട് സ്നൈപ്പ് പിസ്റ്റളിന് പണിയാണ് അവന്മാരെ അടിച്ചിട്ടോ അവന്മാരെ. പിന്നെ പിസ്റ്റളിന് അടിച്ചിട്ട് ഹോസ്റ്റേജ് എടുത്ത് കത്തിച്ചു വിട്ടു അവനെ. എന്നിട്ട് അവന്മാർ റേഡിയോ കയറി സോറി പറഞ്ഞു അടനെ വിട്ട്. അവന്മാർ പറഞ്ഞു ബ്രോ അത് ആളെ സ്റ്റീവ് അടിക്കത്തില്ല. ബ്രോ ഇപ്പൊ 2 വണ്ടിയല്ല സിറ്റിയിൽ പറ്റുള്ളൂ. അപ്പൊ അത് മാറി മാറി പുതിയത് വന്നോ? എന്ത് പുതിയ പുതിയ പ്ലാൻ വന്നോ? അപ്പൊ നമുക്ക് വണ്ടി ഇറക്കാം.
ആ പറ്റും 3 വണ്ടി ഇറക്കാൻ പറ്റും. പിന്നെ ഇവിടെ 10 പേർക്ക് announcement പ്രയോറിറ്റി വന്നോ? ഉണ്ട്. Based on our choice. 10 പേർക്ക് സിറ്റി കയറാൻ പ്രയോറിറ്റി. ശരിയും വന്നു. എന്റെ സെലീം വന്നു. സർവറാടാ. ഗ്യാങ് അടുത്ത അണ്ണ ഇപ്പൊ ഇത് പറയണ്ട, ഇപ്പൊ പറയും. ഇത് നമ്മുടെ സർവറല്ലേ ഇത്? ടിവിക്ക് ഗോഡ്സിലെ ഇറക്കി കൊടുക്കാൻ വേണ്ടി 3 വണ്ടി ആക്കി എന്ന് പറയും. ഇത് അതെവിടെ വന്ന അനൗൺസ്മെന്റ് കണ്ടില്ലല്ലോ. എക്സ് ഗാങ് 3 ഡ്രസ്സും ആക്കണം അല്ലേ? അത് എക്സ് ഗാങ് എക്സ്ക്ലൂസീവ് 5000 രൂപ. എവിടെ സർവർ അനൗൺസ്മെന്റ് ആണോ സിറ്റി അനൗൺസ്മെന്റ് ആണോ? അല്ല ഡൊണേറ്റർ പ്ലാൻസ് പ്ലാൻസില് എവിടെയാ 50 ഗണ്ണും കിട്ടും. പ്ലാൻസിലാണ് ഗ്യാങ്ങിന്റെ Donator? പ്രീമിയം. പ്ലാന് അതിന്റെ അകത്ത് എക്സ് ഗാങ് പ്രീമിയം പ്രിവിലേജസ്. ഡൊണേറ്റർ പ്ലാൻസിൽ ഒന്നും കാണിക്കുന്നില്ല. എക്സ് ഗ്യാങ് അത് താഴോട്ട് സ്ക്രോൾ ചെയ്യും. കണ്ട് എന്ത് ബൈ ഡൊണേറ്റിംഗ് 4099 1 month വാലിഡിറ്റി. 4090 സ്ക്രീൻ കാണുന്നില്ലേ പിള്ളേർക്ക്? മന്ത്ലി 4099 രൂപയോ? 5000 രൂപ. ചെറുതായിട്ടൊന്ന് കിഡ്നി വെക്കണം. ഒന്ന് അപ്പൊ കൂടുതലല്ലേ? അത് ഇച്ചിരി കൂടുതലല്ലേ? എന്നാണ് മറ്റേ സിസിക്കാർ കൊണ്ടുപോകുന്ന 1000 രൂപയുടെ വണ്ടി ഒരു മാസം കഴിഞ്ഞ് എടുത്ത് കളഞ്ഞു. പൈസ എടുത്തിട്ടുണ്ട് സിസിക്കാർ കൊണ്ടുപോകണ അത് ആദ്യമായിട്ട് RP-യിലാണ് അനുഭവിച്ചത്. സർവർ ഓടണ്ടേ? അവർക്ക് ഇത്രയും പൈസ കൊടുക്കണമല്ലടാ. ഈ ഡീഡോസ് ഇതെല്ലാം ഏതാക്കി ഭാര്യ ഇത്ര ഓടിക്കണമല്ലേ? 1000 ഒരു വണ്ടിക്ക് ഇച്ചിരി കൂടുതലല്ലേ? അല്ല നീ എന്നാ വേറെ സർവർ പോയി കളിക്കാ അച്ചുപട്ടി. അല്ല നിനക്ക് എല്ലാം ഫ്രീ ആയിട്ട് തരാം. അത് ഇതിപ്പോ 2 6x6 വേണമെങ്കിലും ഇറക്കാം. 4x4 വെഹിക്കിള് 6x6 വെഹിക്കിള് their own choice either 4x4 or 6x6. 50 ഇല്ലീഗൽ ഗൺസ്. Now a carbon rifle. 1 custom heli. 10 മെമ്പേഴ്സിന് ക്യൂ പ്രയോറിറ്റി ഉണ്ട്. പറഞ്ഞ എനിക്കാണ്. ഞാനൊരു കാര്യം ചെയ്യാൻ പോണ എന്താ പറയട്ടെ, വാർ കളിക്കുന്നതിൽ റെഗുലർ ആയിട്ട് വണ്ടി ഓടിക്കുന്ന 10 ഡ്രൈവേഴ്സിന് പ്രയോറിറ്റി തരാം. എന്തായാലും ബാക്കി 5 പേര് കയറണ്ടേ? എന്ത് ഏത് ബാക്കി 5 പേർക്ക്? 15 പേരുണ്ട്. അതാ പറഞ്ഞത്, അവർക്ക് ആദ്യം പ്രയോറിറ്റി കൊടുക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് ബാക്കി ആർക്കൊക്കെ എന്ന് വെച്ചാൽ മാറി മാറി തരാം. ഞാൻ എടുത്തേ അങ്ങനെ ശരിയാവണേ. ശേഷം നീയൊക്കെ എന്തിനാ ലോറയുടെ കൂടെ മറ്റേ RP അല്ലാതെ സിറ്റി നിന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാന് ഞാൻ രാത്രി GDM വരെ കളിക്കാറുണ്ടോ? ശരി 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 ശരി. ചേട്ടാ അപ്പൊ 10 ശേഷം എടുത്താൽ ഞാൻ ഇല്ലാതോടാ അണ്ണാ ഇന്നലെ പറഞ്ഞതൊക്കെ വെളുപ്പാങ്കാലം 4 മണിയൊക്കെ കണ്ണാപ്പി ഉണ്ടായിരുന്നു. സിറ്റി അപ്പാവൂല്ലേ ഇപ്പോഴൊന്നും? ഇതിപ്പോ സിറ്റി അണ്ണ സത്യം പറഞ്ഞ അണ്ണ വരുന്നതിന് മുന്നേ ഇപ്പൊ ടോട്ടൽ ഒരു 7 തവണ കത്തി. ഇതാണ് നമ്മുടെ ലോയൽറ്റി പോയിന്റ്സ്. കൂടാതെ നമ്മൾ എപ്പോഴും ആക്റ്റീവ് അല്ലേ അണ്ണാ? എടാ ഈ ലോയൽറ്റി പോയിന്റിന്റെ മെക്കാനിസത്തിൽ എന്തെങ്കിലും ഒന്ന് ചേഞ്ച് കൊണ്ടുവരാൻ പറഞ്ഞ ഇവരോട്. അതായത് ഇത് 1 മണിക്കൂർ കൗണ്ട് ആവാതെ ആ നിൽക്കുന്ന സമയത്തേക്ക് കൗണ്ടായി അപ്ഡേറ്റ് ആവുന്ന രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയണം. അല്ലാതെ നടക്കത്തില്ലടാ ഇവിടെ. ഈ സിറ്റി ഇങ്ങനെ കത്തിപ്പോയിട്ടുണ്ട്. TJ ഈ ചാറ്റിലുണ്ടെന്ന്. നീയാണടാ ഏറ്റവും അവരല്ല TJ ആൾക്കാരൊന്നുമല്ല. നീ ഇപ്പൊ വന്ന് കമന്റ് ഇട്ടില്ലേ? നീയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ. ഇപ്പൊ TJ ആയിട്ട് ഒരു സിറ്റുവേഷനും ഇല്ല, ഒന്നുമില്ല. നമ്മളിവിടെ വേറെ എന്തൊക്കെയോ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. നീയാണ് അപ്പൊ ഇത് ഇവിടെ വന്നിരുന്ന് ഇതാക്കുന്നത്. ഇതവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ മെസ്സേജിനെ അവർ റിപ്ലൈ ഇടുള്ളൂ. വെട്ടിലും വേണ്ട കിട്ടിയാൻ ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീം ആയതുകൊണ്ട് മാത്രം. വിളിക്കണ്ട, ആരും ഒന്നും വിളിക്കണ്ട. ഒന്നും പറയില്ല, ഒന്നും പറയില്ല. ഗൈസാ വേറൊരു കാര്യം പറഞ്ഞാ, നിങ്ങള് നമ്മുടെ ഷൗടെക്സിന്റെ വീഡിയോ കണ്ട് ഇംപ്രസ്ഡ് ആയിട്ട് നമ്മുടെ നിയോ ടോക്കിയോയിലെ സ്റ്റാഫും അതേപോലെ തന്നെ DRVയിലെ മെമ്പറും ആയിട്ടുള്ള ഒരാള് 500 GB SSD നമ്മുടെ ഷൗടെക്സിന് ഓർഡർ ചെയ്ത് കൊടുക്കുന്നത്. ലെറ്റ്സ് ഗോ. എടാ SSD ഇടാനുള്ള സ്ലോട്ട് ഉണ്ടോ നിനക്ക്? സ്ലോട്ട് ഉണ്ടല്ലേ? ഇവിടെ ഉണ്ടല്ലോ സ്ലോട്ട്. കഴിവുള്ളവർക്ക് ഇങ്ങനെ കിട്ടൂടാ. ആൾക്കാർ സൈഡില് അതാ പറഞ്ഞേ. നോക്കിയിരിക്കുന്നു കേട്ടോ. അതെ അതെ. മുച്ചിരുന്ന ഡിപ്രഷനിലാണോ മോള് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? അവന്റെ സുന്നത്ത് നടക്കുമല്ലേ, അവര് കൈയനക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും.
സുന്നത്ത് കഴിഞ്ഞാൽ കൈ കണക്കാൻ പറ്റൂലാണ്. പിന്നെ വേദനയല്ലേടാ മൊത്തത്തിൽ? ശരീരം മൊത്തം വേദനിക്കുവോ? അതെനിക്ക് അറിഞ്ഞൂടാ. ഇല്ല ഇല്ല ആളില്ല ആളില്ല. ഇത് കഴിഞ്ഞാ നാളത്തെ പരിപാടി ഫ്രീ ആണോ? അയ്യോ ബ്രോ, അത് കോളേജ് ഷോയാ ബ്രോ. കോളേജ് പിള്ളേർക്ക് വെളിയിലത്തെ ആൾക്കാർക്ക് എൻട്രി ഉണ്ടാവൂല. കോളേജിനകത്തുള്ള സ്റ്റുഡൻസിന് വേണ്ടിട്ട് നടത്തുന്നതല്ലേ. എവിടെ തന്നെ പരിപാടി? മുസ്ലിയാറില് പത്തനംതിട്ടടാ. ലോങ്ങാണ് ലോങ്ങ. എന്താടാ ലോങ്ങ അല്ല നീയൊക്കെ എന്തിനാ വരണേ? ചേട്ടാ അന്നത്തെ റീലെല്ലാം കേറിയല്ലോ. സെർവർ പോയി സെർവർ അടിച്ചു പോയി. ഇത് താല്പര്യമുണ്ടോ? കൈലാസം റോൾ പ്ലേ ഉണ്ട്. ശിവനായിട്ടല്ല കളിക്കല്ലേ. താല്പര്യമുണ്ട് ലിങ്ക് അയച്ചത് എല്ലാരും കൂടെ കേറി വാ. കൈലാസം റോൾ പ്ലേ എനിക്കിവിടെ പെർമനന്റ് ആണോ? സംസാരിച്ചാൽ മാറ്റി തരുവേ. നിനക്ക് പെർമനന്റ് ആണോ അവിടെ? അവിടെ പെർമനന്റ് ആണോ? എന്ത് ഞാത്തി കളിക്കണ്? അത് നൈസ് അല്ലേ സാധനം? എന്താ അതൊരു ഫിഡ്ജറ്റാ. കണ്ട ഒരു ഫിഡ്ജറ്റാ 3D പ്രിന്റ് ചെയ്തെടുത്ത ഞാൻ. മുട്ട ഞാനിവിടെ കൊണ്ടുപോയണേ. ഞാനിതല്ല ഇവിടെ തന്നെ വെക്കും. ഒരാൾക്ക് ഒരു മനുഷ്യനും കൊടുക്കൂല. എനിക്ക് തരൂലേ? നിനക്കും തരൂല. നെന്മാറ കളിക്കൊരു ഷോപ്പ് ഇടാം നമുക്ക്. അതാവുമ്പോ എല്ലാം കൂടെ തൂക്കി വെക്കാം. തൂക്കി വെക്കാം. നീ എന്തെങ്കിലും പണിയെടുത്ത് നീ പൈസ ഉണ്ടാക്കിയത്. ഞാൻ പണിയെടുക്കുന്നില്ല, നീ പൈസ ഉണ്ടാക്കാൻ നിൽക്കണ്ട. വെറുതെ അതാ വെറുതെ ഇരിക്കുന്നതിന്റെ നിനക്ക് പ്രശ്നം. ഡിസ്കോഡ് ഇന്നലെ നമ്മള് നോക്കിയായിരുന്നു. ഇന്നിപ്പോ വേറെ എന്ത് ചെയ്യാൻ? ഇത് കണക്ട് എടാ സെർവർ അപ്പൊ ഒന്ന് പറയട്ടാ. ബാക്കി ലൈവ് ഉള്ളവരൊക്കെ ഇറങ്ങി കോപ്പിറൈറ്റ് വെറുതെ മേടിക്കണ്ട കേട്ടാ. കൈലാസത്തിലോട്ട് വരുന്നോണ്ടേ ഞാനൊന്നുമില്ല. പോടാവിടുന്നു കൈലാസം. എന്ന് പറഞ്ഞ് നിന്നവന്മാരൊക്കെ ശത്രുക്കളായ സ്ഥിതിക്ക് ഇത്ര നാളെ ശത്രുവായിട്ട് നിന്ന KV ആയിട്ടുള്ള എല്ലാ ഇഷ്യൂ ഞങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യണം. പഴയ വീഡിയോ ഇങ്ങനെ എന്തേലും ഒരു വീഡിയോ വരും, അടുത്ത ആഴ്ച അടിയാവും. കാലം പറഞ്ഞ സത്യമാണത്, മനസ്സിലായോ? ഇങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ എന്നൊക്കെ വന്നിട്ടുണ്ടോ അടുത്ത ആഴ്ചയിൽ അടിയാണ്. ഇപ്പൊ മിക്കവാറും ഇപ്പൊ സാഗുരുടെ പേരിൽ അടിയാവും. ഇത് ഒരു സംശയമില്ല. ഇറങ്ങിയേട്ടാ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അപ്പുറത്തുള്ള ഓശയെ കാണാൻ അവർക്ക് അങ്ങോട്ട് ഇറങ്ങിയോണ്ടല്ല 2 ഗ്യാങ് ഹൗസ് കാണാൻ പറ്റും. ഒരു പച്ചയും ഒരു ചുവപ്പും. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ ഏത് രൂപ നിനക്കൊന്ന് പറയാം. മനസ്സിലായോ? നമ്മള് വരും ചോദിക്കാൻ. ഇവർക്കെല്ലാം അപ്പുറം ഒരാൾ കൂടിയുണ്ട്. എല്ലാത്തിന്റെ തുടക്കവും എല്ലാത്തിന്റെ അവസാനവും നിർണ്ണയിക്കുന്നവരാ. ഞാൻ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. പുള്ളി കാര്യമായിട്ട് കേട്ടോ പൈസ. എല്ലാരും പോയി കാണുന്നുണ്ട്. വീഡിയോ ഉണ്ടാക്കുന്ന എല്ലാരും KVയുടെ സൈഡിൽ നിന്ന് TVയുടെ സൈഡിൽ നിന്ന് വീഡിയോ ഉണ്ടാക്കുന്ന എല്ലാവരുടെയും അകത്തൊരു ഗസ്റ്റ് റോൾ ഉണ്ട് ജോക്കിക്ക്. ഇപ്പൊ പുള്ളി ഇപ്പൊ ഇതിനൊന്നും തന്നെ കേട്ടാ. Whiskies of India have. What's the best whiskey you have? Let me know in the comments. Indus aristocrat 8 PM easy black let it spread. പേരാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. Dark Indri Castle 60 signature Cottonby Megawatt Sandy Oaksmith Solar Sterling Goda one Eclipse Amalgam Day one Gyanchan Mughal Monogasa Longitude Tipper Raw Imperial Mithuna Royal Challenge Portonova. പിടിച്ചെവിടെ? അത് മാത്രം പറഞ്ഞില്ലേ അവൻ? അതൊക്കെ മിസ്സായി പോയെന്ന് അതിന്റെ വിഷമത്തിലാണ് ഇരിക്കുന്നത്. അതെ, അതാണ് എന്റെ ഫേവറേറ്റ്. അത് മാത്രം പറഞ്ഞില്ല. ഇന്ത്യൻ വിസ്കി അല്ലല്ലോ ഗ്ലെൻഫിച്ച്. ഇന്ത്യൻ വിസ്കി അല്ല, ഇന്ത്യൻ വിസ്കി ആണെന്നാണോ പറഞ്ഞേക്കുന്നത്? ഇന്ത്യൻ വിസ്കിയുടെ പേരാണ് പറഞ്ഞത്. ബെസ്റ്റ് വിസ്കി യു ഹാവ് എന്നാ ചോദിച്ചേക്കുന്നേ. വിസ്കി ഓഫ് ഇന്ത്യൻ ടൈറ്റില് വാട്ട്സ് ദ ബെസ്റ്റ് വിസ്കി യു ഹാവ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് എന്നല്ലേ ചോദിച്ചേക്കുന്നേ? ഇന്ത്യയിലെ ആയിരിക്കും ചോദിച്ചത്.
Crazy cock in this aristocrat 8 p.m. easy black let us try it rock for മാംഗോ ചില്ലി ഒന്നും വിസ്കി അല്ലടാ. അടിച്ച് നിന്നെയൊക്കെ കവട്ടടിച്ച് നടക്കണവനാ. അറിയാത്തോണ്ട് ഈ കുഴപ്പം. ഇനി നമുക്ക് ആവശ്യം പണമാണ്. BS6 chases. ഇനി നമുക്ക് ആവശ്യം പണമാണ്. ഫണ്ട് പറഞ്ഞു സാറേ. ജതിൻ രാംദാസ് വരുമെന്ന് ഞാൻ പറഞ്ഞു. ജതിൻ രാംദാസ് വന്നു. ഫണ്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു. ഫണ്ട് വരും. ഫണ്ട് വരും. നിന്നെ അടിക്ക് കഴിക്കുവാണ് ഇതിനകത്ത് ബസ്സും ചെയ്തില്ല കൊണ്ടിട്ടാ ഞാൻ വരച്ചറിഞ്ഞിരിക്കും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. അണ്ണാ ഒമേഗൽ പ്രാങ്ക് ആണ് ഫുള്ള് കണ്ടു നോക്കണേ. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. കണ്ണിലൊരു ഇത് കണ്ടു തെളിച്ചം. ഇതെന്റെ കൂടെ പഠിച്ചില്ല. അല്ലല്ല ഡോണ്ട് സപ്പോർട്ട് ആൽക്കഹോൾ. ഞാൻ എന്റെ ലൈവിൽ ഒന്നും സപ്പോർട്ട് ചെയ്യാറില്ല ബ്രോ. ഞാൻ ഒരു സാധനങ്ങളും പ്രൊമോട്ട് ചെയ്യാറില്ല. ആ വീഡിയോക്കകത്ത് ഞാൻ ജസ്റ്റ് ഇത് കണ്ടത് കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒന്നും സപ്പോർട്ട് ചെയ്യാറില്ല. കള്ള് കുടിച്ചാൽ ലിവർ പോവും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഗവൺമെന്റിന്റെ കീശയിൽ പൈസ കിട്ടുന്നതല്ല നിനക്കൊന്നും ഒരു ഉപകാരം ഉണ്ടാവൂല. കള്ളു കുടിച്ചാൽ ബോധം പോവും, മാനനഷ്ടം, പൈസ നഷ്ടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹെൽത്ത് നഷ്ടം. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊന്നും കുടിക്കരുത്. ഇത്രയും പറഞ്ഞാൽ മതിയാ. ഞാൻ ഇത്രയും പറഞ്ഞാൽ മതിയാ. ഫാമിലി പ്രോബ്ലംസ്. ഹായ്. അവൻ ചാവാറായി എന്തോ കിടക്കുമായിരുന്നു. നോക്കി കണ്ടോ? അവനെ എണീക്കാൻ പോലും വയ്യ. കണ്ട ഈ സമയത്തൊന്നും അവന് വയ്യ. ഇവനെ കണ്ടപ്പോഴൊന്നും പുള്ളിക്ക് അനക്കമില്ല. ആളുടെ ECG ഗ്രാഫൊക്കെ തീർന്നു പോറാ. എപ്പോഴത്തേക്കും നോക്കണേ. ഹായ്. तुमको हाय. പൊന്തി അതേപോലെ തന്നെ താഴ്ന്നു പോയി. ആണോ സുഖമാണോ? സ്കിപ്പ് ആക്കലാണോ? കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വരച്ചതാണോ ശരിയായെന്ന് അറിയില്ല. എന്ത് നമ്മളെ കണ്ടത് പറയാനല്ലേ വിഷയം. ഇത് നമ്മൾ കഴിവില്ലാത്ത ആൾക്കാരെ അങ്ങനെ പറഞ്ഞിരിക്കാം. അല്ലാതെ ഒന്നും ചെയ്യാനില്ല. ഹരീഷ് വിഷയം. Few years back, everyone trolled his look in an inauguration function. ഞാൻ ഒരു ഡൈഹാർഡ് ലാലേട്ടൻ ഫാനാ. ഇതിനെ ട്രോളെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് അഭിപ്രായമല്ല പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നല്ലൊരു മനുഷ്യനെ എന്ത് ചെയ്ത് വെച്ച ആ പടത്തിന് വേണ്ടിയിട്ട്. എന്ത് രസമായിരുന്നു പുള്ളിയുടെ ആ പുള്ളിയെ ഇങ്ങനെ ആക്കി വെച്ചത്. ഇത് എങ്ങനെ ആൾക്കാർ പറയാതിരിക്കും? ഞാൻ ഒരു ഡൈഹാർഡ് ലാലേട്ടൻ ഫാനാണ്. നിങ്ങൾ ട്രോള് കാണുന്ന എല്ലാവർക്കും അറിയാം. ധോണി ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാ. ഞാൻ അങ്ങനത്തെ ഒരു ഇത് പറയണ ആളാ. ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ലുക്കായിരുന്നു സത്യം പറഞ്ഞ. ഇതാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായ? അങ്ങനത്തെ ഒരു പടത്തിന് വേണ്ടി നെഞ്ചും വിരിച്ചിറങ്ങി വരാം. എന്റെ അമ്മോ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അത്. എനിക്ക് എന്താ എനിക്കിപ്പോഴും കണക്ട് ആവുന്നില്ലല്ലോ. അണ്ണാനെ ഫീൽഡ് വെച്ച ഡിസ്കോഡ് നിക്നെയിം ആണോ? അതന്നെ എനിക്കും. എന്താടാ? അതന്നെ എനിക്കും. എല്ലാവർക്കും അത് തന്നെ. ഏതാ പടം? ഓർമ്മയില്ലേ? ഒടിയന് വേണ്ടിട്ടാണ് പുള്ളി ഇങ്ങനെ ആക്കിയത്. എന്റെ നാട്ടിലെടുത്ത പടം നല്ല പടമല്ലേ? വെറുതെ അല്ല. നല്ല സുന്ദരനായ ഒരു മനുഷ്യനെ എന്തോ ചെയ്ത് നിന്നെ പോലെ ആക്കി വെച്ചത്. ഈഗിൾ ബ്രോ,
നമ്മുടെ ഒരു ഫാന് ഒരു സിനിമാറ്റിക് ചെയ്തായിരുന്നു. എന്താ സിനിമ പിടിക്കാൻ നായകനാക്കി വെച്ചിട്ട് അടിക്കുക ചാടി അടിക്കുക വന്ന് അവിടെ വന്നല്ലേ സിനിമ നടൻ ഈകളെ നിക്കോടെ ഒരു പാർട്ടി ഉണ്ടെന്ന് വീട്ടിൽ വിളിച്ചിട്ട് ചാമ്പകായിട്ട് അല്ല ഇതെന്താ ഞാൻ failed to Discord ല് DM അയച്ചിട്ടുണ്ട്. അത് ഒന്നും കൂടെ ക്ലോസ് അതന്നെ എനിക്ക് ചെയ്തിട്ട് അതന്നെ എന്താ എനിക്ക് ഞാൻ പുതിയ വള്ളി കൂടെ നിക്കുവാണ്. അല്ലെങ്കിൽ ചേട്ടാ ഇങ്ങനെ ഡിസ്കോഡ് വഴി മറ്റേ സൈറ്റിൽ പോയി വെബ്സൈറ്റ് ഇല്ലല്ല അത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ Close ചെയ്ത് സ്പാം ചെയ്താൽ മതി കേൾക്കൊണ്ടിരിക്കുക. spam ഞാൻ ചെയ്താൽ കുറെ നേരം ആളുകൾ സ്പാം ആക്കുന്നത് എനിക്ക് പറ്റുന്നില്ല. ഇല്ല എന്റെ ഇതിനകത്ത് അങ്ങനെ 5 ഇല്ല ടാസ്ക് മാനേജറിൽ അണ്ണാ അത് വെറുതെ ഒന്ന് സ്പാം ചെയ്തോണ്ടിരുന്നാ മതി. സ്പാം ചെയ്തോണ്ടിരിക്കുന്നു ബാൻ എന്നാ ഞാനും കുറെ നേരം എനിക്ക് ബാൻ കിട്ടാനോ ഇത്രയും മാന്യം മര്യാദയായിട്ട് സംസാരിക്കുന്ന എനിക്ക് ഈ സിറ്റിയിൽ നിന്ന് ബാൻ കിട്ടാൻ എന്തിന് ബാൻ കിട്ടണോ എനിക്ക് നാളെ തന്നെ ആരെങ്കിലും മറ്റേ ഡയലോഗ് മറ്റേ ഡയലോഗ് ഏതാ? എന്റെ സെർവറാടാ ബാനോ ബാനോ ഇവിടെ ബാൻ ഇറങ്ങി ഞാൻ തന്നെ തീരുമാനിക്കണം. നാളെ തൊട്ടെണ്ണ ഇല്ല ഏട്ടാ, ഒരു മാസം പോയി. ഇല്ല, ഞാൻ ഭയങ്കര ഡീസന്റ് ആയിട്ടൊക്കെ ഇപ്പൊ സംസാരിക്കാറുള്ളത്. കണ്ട ഇത് കണ്ട ഇത് കണക്ട് ആവണല്ലോ. അവിടെ തന്നെ കണക്ട് അവിടെ തന്നെ 2-3 സ്പാം ചെയ്തു. കണ്ണിന് 3 പേരാണല്ലേ കാണിക്കുന്നത്. അഡ്മിനെ വള്ളിയാന്ന് പറയുന്നത്. 60 പേരുണ്ട് സിറ്റി. അല്ല 60 പേരുണ്ട് സിറ്റിയില്. അല്ലല്ല 60 പേരുണ്ട് സിറ്റിയിൽ. പ്ലീസ് വെയിറ്റ് വൈൽ വി ഇനിഷ്യലൈസ് യുവർ കണക്ഷൻ. ഇത് കേറായിരിക്കും ചിലപ്പോ. സ്ക്രീൻ ഷെയർ ഓഫ് ആക്ക്. നോക്കട്ടെ ഇത് ആദ്യം കണക്ട് ആവട്ടെ എന്നിട്ടല്ലേ. 107 പേരുണ്ട് അഡ്മിനുള്ളി. 107 അഡ്മിൻ ഉണ്ടോ സിറ്റിയില്? ഡിസ്കോഡ് ക്ലോസ് ആൻഡ് ഓപ്പൺ. അത് ചിലപ്പോ വർക്കാവുമായിരിക്കും. നോക്കട്ടെ ഡിസ്കോഡ് ഇതല്ലേ ഡിസ്കോഡ് കിട്ടും. ഡിസ്കോഡ് തൊപ്പി എഫക്റ്റോ എന്ത് സിറ്റി എത്തിപ്പോയതാ? അവൻ ആണ്ടിലൊരിക്കലല്ലേ വരുന്നത്. ഇത് ഡെയിലി അടിച്ചു പോകാറുണ്ട്. തൊപ്പി വന്നു. സിറ്റിയിലുണ്ടാവൻ സിറ്റി കയറിയവൻ. ഇല്ലടാ ഇത് കണക്റ്റ് ആവുന്നില്ല കേസ്. ഇത് എന്തൊരു അവസ്ഥയാ നോക്കണേടാ. കാശുണ്ടാക്കാൻ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന ആവുന്നില്ല. ഇല്ലല്ലേ സ്പാം ചെയ്താൽ മതി. എനിക്കൊക്കെ അങ്ങനെയായിട്ട് PC off. ഓക്കെ PC അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ. PC ഓഫ് ചെയ്ത് നോക്കട്ടെ കൈസൂരിന്റെ. ഈ ലൈവ് ഉണ്ടാക്കി വരുവാണെങ്കിൽ ചിലപ്പോ കറക്റ്റ് ആവും കേട്ടോ. നീ അത് ചാനൽ ഉണ്ടാക്കി ലൈവ് ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ട് ബാക്കിയല്ലേ കോമഡി അടിക്കാൻ വന്നിരിക്കുന്നു ബസ്സും കൊണ്ടവൻ. കോമാളി. അവനൊക്കെ വലിയ കോമാളി നീയാണ്. ഇതെന്താ കേസ്? ഇത് അങ്ങനെ തന്നെ അവസ്ഥയാണ്. ഒരു 10 വട്ടൊക്കെ ചെയ്തൊക്കെ ചിലപ്പോ 10 വട്ടം അങ്ങനെ ചെയ്യാം. കൂടെ 10 വട്ടം ഞാൻ ഞെക്കുവാണ്ട എനിക്കും കേറാം. അപ്പൂട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ മതി. നമുക്ക് എണ്ണ എനിക്കായി അതാ ഞാൻ പറഞ്ഞു. അങ്ങനെ സാധാരണ അങ്ങനെ ആവുന്നേ. ഇപ്പൊ ആവുന്നില്ല എനിക്ക്. എനിക്കൊന്ന് ഈ 50 സീരീസ് കാർഡ് ഉണ്ടാകണ്ടോ തോന്നുന്നു. എടാ നീ അഭിപ്രായം പറയല്ലേടാ. നീ അധികം അഭിപ്രായം പറയല്ലേ എന്റെ നിക്കോണെ. എനിക്ക് നിന്റെ അഭിപ്രായം കേൾക്കുമ്പോ ഇപ്പൊ നിന്നെ കൈവെക്കാൻ തോന്നുന്നു. പ്ലീസ് നിന്റെ അഭിപ്രായം കുറച്ച് നിന്റെ സൗണ്ട് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കേൾക്കണ്ട. ഇത് എന്താണ് ഫെയിൽഡ് ടു ഫെച്ച് യുവർ ഡിസ്കോഡ് നെയിം? ഇവിടെ എന്താ വരുന്ന ദിവസം തന്നെയല്ലേ കിടക്കണേ? എനിക്കുണ്ട് ഞാൻ സെയിം ഇതിലാ. 5 ക്യൂട്ടടിച്ച് വീണ്ടും കയറ്. 5 ക്യൂട്ടടിച്ച് വീണ്ടും കയറാം. ഇനി കയറില്ലേ നിന്നെ അടിക്കുവേ. ഇപ്പൊ കമന്റ് ഇട്ടാണേ. ഞാൻ കേറിയിരുന്നു കമന്റിലാരോ ആ സിറ്റിയിൽ കയറി ഇവിടെ ഇരിക്കുവോ. ഇനി ഞാൻ ഏതെങ്കിലും പൊന്തക്കാട്ടി നിൽക്കുമ്പോ വരാൻ അങ്ങോട്ട് ഇരിക്കുവോ. സിറ്റി കയറി അവിടെ സിറ്റി കയറി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുവോ. എന്നിട്ട് ഇവിടെ ഇരിക്കണം. ഇനി ഞാൻ ഏതെങ്കിലും പൊന്തക്കാട്ടി നിന്ന് ആരുടെ കൂടെ RP ചെയ്യുമ്പോ അവിടെ വന്നിരിക്കും. ചന്ദ്രു മറ്റേ ഡ്രസ്സൊക്കെ എടുത്തേക്കണ് വെള്ളയും വെള്ളയൊക്കെ. ആണുങ്ങളെ സഹിക്കണം അല്ലേ ഒരു ദിവസം. അല്ല ഞാൻ ഇവിടെ പറഞ്ഞ ഇവിടെ ചാറ്റില്
നീ വരുന്നില്ല എവിടെയാ സിറ്റിയില് എവിടെ കേറാൻ പറ്റുന്നില്ല? ഞാൻ കേറിയല്ലോ. എനിക്ക് കണക്ഷൻ ഫയൽ നിന്റെ ഷോ ആയതുകൊണ്ട് ആളിയാ.